കേരളത്തിലെ ഏത് ജില്ലയാണ് സ്വന്തമായി ഒഫീഷ്യലായി ഔദ്യോഗിക പൂവും മരവും മൃഗവും ഒക്കെ പ്രഖ്യാപിച്ച ആദ്യത്തെ ജില്ല? കാസർഗോഡ്. കാസർഗോഡ് ശരിയായ ഉത്തരവാണ്. കാസർഗോഡിനെ തുടർന്ന് രണ്ടാമതൊരു ജില്ല കൂടി ഇത്തരം പ്രഖ്യാപനം നടത്തി. അതേതാണ്? കോഴിക്കോടാണ്. കോഴിക്കോടാണ് ശരിയായ ഉത്തരം. കോഴിക്കോട്. നെക്സ്റ്റ്, കേരളത്തിന്റെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ? എൻ ഷംസീർ ശരിയായ ഉത്തരം. എങ്കിൽ കേരളത്തിന്റെ ആദ്യത്തെ നിയമസഭാ സ്പീക്കർ ആരാണ്? ശങ്കരനാരായണൻ തമ്പി ശരിയായ ഉത്തരവാണ്. കേരളത്തിന്റെ ആദ്യത്തെ ഗവർണർ ആരാണ്? ബി രാമകൃഷ്ണ റാവു. ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ശരിയായ ഉത്തരം. കേരളത്തിലെ ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ഏതാണ്? ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ്. ബാക്കി സംഗീത നാടക അക്കാദമി, സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി അതിന്റെയൊക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് അതൊക്കെ തൃശ്ശൂര്. അതുകൊണ്ടായിരിക്കും ഫോക്ലോർ ചോദിച്ചത്. അതെ, തൃശ്ശൂരിനെ സംബന്ധിച്ച് അതുകൊണ്ടാണ് തൃശ്ശൂരിനെ സാംസ്കാരിക തലസ്ഥാനം, കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് വിശേഷിപ്പിക്കുന്നത്. ബാക്കി എല്ലാം തൃശ്ശൂരാണ്. എന്നാൽ ഫോക്ലോർ അക്കാദമി, നാടൻ കലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഓക്കെ, അടുത്തത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഒരു പദ്ധതിയാണ്. അത് പ്രായമുള്ള ആളുകൾ അവര് ഒറ്റപ്പെട്ടു പോകുന്നു, അങ്ങനെ വരുന്നതുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ സുരക്ഷാ മിഷൻ അവർക്ക് വോളണ്ടിയേഴ്സിനോട് സംസാരിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കുന്ന പദ്ധതി. സല്ലാപം. എന്താണ് പേര്? സല്ലാപം. സല്ലപിക്കുക, സംസാരിക്കുക എന്ന് പറഞ്ഞല്ലോ. ഒരു ചോദ്യം കൂടി. ഇന്ത്യയിൽ ആദ്യമായി വയോജന സൗഹൃദ ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം? കേരളം. ഇത്തവണത്തെ ബഡ്ജറ്റിൽ പ്രത്യേക വയോജന ബജറ്റും കൂടെ ചേർത്തായിരുന്നു. ഇത്തവണത്തെ ബജറ്റിന്റെ ഒരു പേര് അതിന്റെ പ്രത്യേകത തന്നെ അതായിരുന്നു. അത് ഓർത്തു വെക്കണം. 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുമ്പോൾ അത് എവിടെയാണ്? 2030 ഇന്ത്യയിൽ എവിടെയാണ്? സ്ഥലമാണ് എനിക്ക് അഹമ്മദാബാദ്. 2030 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിലേക്ക് വരുന്നു. അഹമ്മദാബാദിലാണ്. അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് 2026 ഈ വർഷമാണ്. അതെവിടെയാണെന്നറിയോ? അത് ഗ്ലാസ്കോയിലാണ്. ഇതിനു മുമ്പ് കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അത് 2010 ഇവിടെ ഡൽഹിയിൽ 2010 ഉണ്ടായിരുന്നു. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതായിരുന്നു? വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം ശരിയായ ഉത്തരവാണ്. എന്നാൽ പെരിയാർ വന്യജീവി സങ്കേതം രൂപീകരിക്കപ്പെടുമ്പോൾ അതിന് പേര് മറ്റൊന്നായിരുന്നു. നെല്ലിക്കാമ്പെട്ടി വന്യജീവി സങ്കേതമായിരുന്നു. ഇനി കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്, ദേശീയ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? ഇരവികുളം നാഷണൽ പാർക്കാണ് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്. ആദ്യത്തെ വന്യജീവി സങ്കേതം ചോദിച്ചാലാണ് പെരിയാർ.